ഇതാണ് കേട്ടോ 99 രൂപേൻ്റെ ഒരു കോംബോ. അപ്പോൾ ഇതിനകത്ത് 3 കള്ളപ്പം വരുന്നുണ്ട്, പിന്നെ അതാ പോത്തിൻ്റെ എല്ലുകറിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ, നെയ്ച്ചോറും ചിക്കൻ കറിയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡും ഉണ്ട് കേട്ടോ. അതാ നല്ല കണ്ണൂർ സ്പെഷ്യൽ പോർക്ക്. കണ്ണൂർ മലയോരത്തിൻ്റെ ഒരു രുചി എറണാകുളക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 3 പേരിൽ ആരാണ് ഇങ്ങനെ ഒരു കടയെ പറ്റി പറയുന്നത്? കടയെ പറ്റി പറയുന്നത് ശരിക്കും ഇവനാണ് സ്പോട്ട് കണ്ടുപിടിച്ചതും ഈ പിന്നെ കടേന്റെ നമ്മുടെ ബ്രഹ്മയുഗം തീമിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. അത് കണക്ക് ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെ നമ്മളെ ഐഡിയയിൽ ചെയ്തു. പിന്നെ റെസിപ്പി എല്ലാം നമ്മളെ വീട്ടില് കുക്കിംഗ് ഒക്കെ അറിയാം. നമുക്ക് കുക്കിംഗ് അറിയാം. കുക്കിംഗ് അറിയാന്ന് വെച്ചാൽ ഈ ഐറ്റം നമ്മളെ കൊണ്ട് പറ്റുന്ന ഐറ്റം നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് നമ്മളെ ചെറുപ്പം പോലെ നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളും എല്ലാവർക്കും തന്നെ കുക്കിംഗ് ക്രേസ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് വേറൊരു ഐറ്റം പിടിക്കാത്തതും. അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. ഉഷാറാണ്, കുഴപ്പമില്ല. ആൾക്കാരൊക്കെ അറിഞ്ഞു വരണം. ഇത് എല്ലുകറിയാണ്. എല്ലുകറി എന്ന് വെച്ചാലും അങ്ങനെ അല്ല കേട്ടോ, ഇറച്ചിയും കൂടിയാണ് വരുന്നത്. അത് നല്ല പോത്തിറച്ചി. ഇത് ഒരു പോർക്കിന്റെ ഇപ്പൊ കുറച്ച് ഗ്രേവി ഉണ്ട്, പക്ഷെ അത് ആളുകൾ വന്നു കഴിയുമ്പോഴേ ചൂടാക്കിയിട്ട് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു റോസ്റ്റ് പരുവത്തിനാവും കേട്ടോ. ഇതാ നെയ്ച്ചോറിന്റെ കൂടെ കൊടുക്കണ ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ കപ്പ, നല്ല കടുക് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കടുക് താളിക്കണ കപ്പയുണ്ടല്ലോ, ആ കപ്പയാണ് ഇത്. ബീഫിന്റെ കൂടെയോ പോർക്കിന്റെ കൂടെയോ ഒക്കെ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ വേണമെങ്കിലും കഴിക്കാം. ശരിയാണ്, നല്ല മണമുണ്ട്. അപ്പൊ ദോശയല്ല കേട്ടോ, കള്ളപ്പാണേ. പുട്ടുമുണ്ട്. അപ്പോൾ പുട്ടും ഈ കറികളും എല്ലതും ഇവർ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ അതിനുള്ളൊരു സൗകര്യമില്ല. പിന്നെ കറികളെല്ലാം ആളുകൾ വരുന്നതനുസരിച്ചിട്ട് ചൂടാക്കി കൊടുക്കും. ഇതാണെങ്കിൽ ബീഫ് റോസ്റ്റ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് കഴിക്കാൻ പോണത് കുറച്ച് കണ്ണൂർ രുചിയിലുള്ള വിഭവങ്ങളാണ്. എന്നാൽ പക്ഷേ ഞാൻ കണ്ണൂരല്ല നിൽക്കുന്നത്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. ഈ സ്ഥലം കത്രിക്കടവ്. അപ്പോൾ ഇവിടെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ, ഒരു 3 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ, നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന മസാലപ്പൊടികളും എല്ലാ സാധനങ്ങളും അവിടുത്തെ രുചിയിൽ ഇവിടെ കൊച്ചിയിൽ വിളമ്പാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. പുതിയതായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു നല്ല രസമുണ്ട് അത് കാണാൻ. അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം. പിന്നെ ഇറച്ചി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചിക്കനും ബീഫും പന്നിയും. പോത്തിറച്ചിയാണ് ബീഫ് എന്ന് പറയുമ്പോൾ. അതുപോലെ എല്ലുകറി, അങ്ങനെ അത്യാവശ്യമൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, 2 കിലോ വെച്ചിട്ടൊക്കെ ഉള്ളൂ. കാരണം തുടക്ക സമയമാണല്ലോ, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ശരണ്യാണ് മെസ്സേജ് അയക്കുന്നത് ഈ കടേനെ പറ്റിയിട്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെ പങ്കുവെക്കുന്നത്. ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മളെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തീമിലാണ് അവർ ആ കട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ആ സിനിമ കണ്ടവർക്ക് അറിയാം, അതൊരു ഫീലാണ്. അപ്പോൾ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാം. അപ്പോൾ വാ പോയി നോക്കാം. കണ്ണൂരിൻ്റെ സ്പെഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നിരിക്കുക. കണ്ണൂർ മലയോരത്തിൻ്റെ ഒരു രുചി എറണാകുളക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ബോൺലെസ് ആയിട്ടുള്ള ഫാം ഫ്രഷ് പോർക്കാണ്. അതുപോലെ തന്നെ ബീഫുണ്ട്, ബീഫ് പോത്തിറച്ചിയാണ്. പിന്നെ ചിക്കനുണ്ട്, ചിക്കൻ നമ്മളിവിടെ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെയുള്ള ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട നമുക്ക് അടിക്കാൻ അറിയില്ല. ബാക്കി നമ്മൾ നെയ്ച്ചോറ്, കള്ളപ്പം, പുട്ട്, അരിപ്പിടി, കപ്പ ബിരിയാണി, ഈ പറഞ്ഞ എല്ലാം നമ്മുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വുഡ് ഫയറിലാണ് ചെയ്യുന്നത്. വുഡ് ഫയർ ചെയ്യുന്നത് വെച്ചാൽ അത് സാഹചര്യം കൊണ്ടാണ്, ഗ്യാസിന്റെ പ്രശ്നം കാരണം. ഞങ്ങൾ ജനുവരി ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നതാണ്. അപ്പം ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തീരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വിറകും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇറക്കി ഇപ്പം വുഡ് ഫയറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മസാലകളാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളകാണെങ്കിൽ കുരുമുളക് അങ്ങനെ തന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. എരിപ്പുപാല്, ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വനസ്പതി എന്ന് പറഞ്ഞ ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ലോക്കൽ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അതെ, കണ്ണൂരിലെ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെക്കൻ ഒരു കോട്ടയം സ്റ്റൈലിലുള്ള ഫുഡാണ്. ഞങ്ങൾ ശരിക്കും ബേസിക്കലി ഇരിട്ടി കോട്ടയത്ത് നിന്നുള്ള കുടിയേറ്റക്കാരാണ്. കണ്ണൂരിലെ ഒരു ടച്ച് എന്ന് പറഞ്ഞാൽ മലബാർ ബിരിയാണി, അതുപോലെ തന്നെ ഒരു ഉന്നക്കായി, അങ്ങനത്തെ കടികൾ ഐറ്റംസ് ഒക്കെയാണ്. ഇത് ശരിക്കും മലയോരം അച്ചായന്മാരുടെ ഒരു ഡിഷസ് ആണ് ഞങ്ങൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കോംബോ ആയിട്ട് ഇറച്ചിക്കറി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ബീഫിന്റെ എല്ലും, ബീഫ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പോത്തിറച്ചി തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്.
അപ്പൊ അതിന്റെ എല്ലും ഇറച്ചിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള കറിയാണ് നമ്മളിപ്പം ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നത്. അതിപ്പം കള്ളപ്പം എന്ന് പറഞ്ഞാൽ കള്ള് ഒഴിച്ചിട്ട് അരിപ്പൊടിയിൽ ഇട്ടുണ്ടാക്കുന്ന തെങ്ങിൻ കള്ള് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പം തന്നെയാണ് നമ്മളത്. അപ്പൊ അതില് 3 കള്ളപ്പം പ്ലസ് ഈ ഇറച്ചിക്കറി, അതിന്റെ കൂടെ പൊറോട്ട ചില ദിവസം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. പൊറോട്ട ഉണ്ടാക്കുവാണെങ്കിൽ അത് മലബാർ പൊറോട്ട തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, മുട്ടയും പാലും ഇട്ടുള്ള പൊറോട്ട. പിന്നെ അരിപ്പിടി ഉണ്ട്, നമ്മുടെ മലബാർ സ്പെഷ്യൽ സാധനമാണ് അരിപ്പിടിയും ചിക്കനും. അതിന്റെ കൂടെ പോർക്കോ ബീഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈവേർട്ട് ആക്കിയിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് സ്പെഷ്യൽ. ആകെ മൊത്തം സ്പെഷ്യലാണ്. അതുപോലെ ഒരു നാടൻ രുചികളും. അതെ, നാടൻ രുചികളാണ്, മലയോര രുചിയാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ മസാലേന്റെ ടേസ്റ്റ്, ആ ഒരു സ്പൈസി, നമ്മൾ തുടക്കത്തിൽ ഇച്ചിരി എല്ലാരും കണ്ണു നിറഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാരും ഒരു സജഷൻ പറഞ്ഞു, കുറച്ച് എരിവ് കുറയ്ക്കണം. എങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് കുറച്ച് എരിവ് കുറച്ചിട്ടുള്ളേ. പോർക്ക് ഇവിടെ എറണാകുളത്ത് വളരെ കുറവാണ് കൊടുക്കുന്നത്. അപ്പൊ പോർക്കിന് മൂവ്മെന്റ് ഉണ്ട്. പോത്തിറച്ചി കൂടെ ഒന്ന് സെറ്റായി വരണം. തുടക്കത്തിൽ ചിക്കൻ ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് ഗേൾസ് ചിക്കൻ ചോദിച്ചു വന്നോണ്ട് ഫിഷ് ആരും ഇതുവരെ തന്നെ ചോദിച്ചില്ല. കാരണം നമ്മുടെ ഇതിന്റെ കൂട്ടത്തില് ഫിഷ് കോമ്പിയായിട്ട് വരുന്നത് ഒന്നുമില്ല. വെജിറ്റബിൾ കപ്പയും കൂടെ ചേരും. പക്ഷെ അതെ, ചേരും. മുളകിട്ട ചിക്കൻ മീൻകറിയും കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ആ മുളകിട്ട കറീന്റെ ആ ഒരു ബൾക്കായിട്ട് വെക്കാനുള്ളതൊന്നും നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല. ഒരു ചെറിയ ചട്ടിക്കറി പഠിക്കാം. അതെ, പഠിക്കണം. അതെ, ഗ്യാസിന്റെ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ലൈവായിട്ട് മലബാർ പൊറോട്ട അടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോ ഇത്ര നീണ്ടുപോയി. 3-4 മാസത്തോളം ഞങ്ങൾ തുടങ്ങുന്നതിന്റെ പറ്റി നീണ്ടുപോയിട്ടുണ്ട്. അപ്പോ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് സമയമായത്. അതെ. പിന്നെ നടക്കട്ടെ. ഇനിയിപ്പോ ഇത് അറിഞ്ഞ ആരെങ്കിലും ഒക്കെ വരും. അപ്പൊ നമുക്ക് പുതിയ വിഭവങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ശരി. ഇതാണ് കേട്ടോ 99 രൂപേന്റെ ഒരു കോംബോ. അപ്പൊ ഇതിനകത്ത് 3 കള്ളപ്പം വരുന്നുണ്ട്. പിന്നെ അതാ പോത്തിന്റെ എല്ലുകറിയാണ്. നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു ഗ്രേവിയിലൊക്കെ. കള്ളപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കള്ളപ്പം അങ്ങനെ കടകളിലൊന്നും ഈ ഒറിജിനൽ കള്ള വെച്ചിട്ടുള്ള അപ്പമൊക്കെ കടകളിൽ കുറവാണ്. നമ്മളവിടെ അങ്കമാലിലും കാലടിയിലും ഒക്കെ ചിലയിടത്ത് കിട്ടും, ഇളയപ്പൻ്റെ കടയിലൊക്കെ കിട്ടിയിട്ടില്ലേ. പക്ഷെ ഇവിടെ എറണാകുളം ടൗണിലൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അടിപൊളി. ഞാൻ ആദ്യം കള്ളപ്പത്തിൻ്റെ പാത്രം തുറന്നപ്പോൾ പറഞ്ഞില്ലേ, നല്ലൊരു മണം. ഞങ്ങൾക്ക് ഇതൊക്കെ നൊസ്റ്റുമാണ്. എല്ലുകറി എന്നാണ് പേരെങ്കിലും അങ്ങനെ ഫുള്ളെല്ലാം നല്ല കേട്ടോ, നല്ലോണം ഇറക്കിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡും ഉണ്ട് കേട്ടോ. ഇത് ഈ കണ്ണൂർ അങ്ങടിക്കൊക്കെ പോകുമ്പോഴുള്ള അരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ ബിരിയാണി കാണിക്കുമ്പോൾ വലിയൊരു തരം അരിയല്ല, ഇത് മറ്റേ കൈമ റൈസൊക്കെ പോലത്തെ കുഞ്ഞി അരി കേട്ടോ, അതാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ 120 രൂപയുടെ ഒരു കോംബോയാണ്. മഴയുണ്ട്, ചെറിയ മഴ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കട മാത്രമേ കുറച്ച് ദിവസമായിട്ടുള്ളൂ. നമ്മളെ ബിനീഷ് ബാസ്റ്റിൻ ഇല്ലേ, ആളുടെ അമ്മയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കട ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇതിൻ്റെ പണികളെല്ലാം ഇങ്ങനെ ഓരോ ഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് മഴയുടെ സീസൺ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ളത് വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴ. ഇവർ 2-3 പേര് കൂടി ചേർന്ന് അവർ തന്നെ വേറെ പണിക്കാരെയൊന്നും വിളിക്കാതെ ഇവിടെ വെൽഡിങ് വർക്കൊക്കെ ചെയ്തത്. അതാണ് എല്ലാവരുടെയും കണ്ണിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അതിങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു തീയുടെ ഒരു സാധനം വരുമല്ലോ, അത് വന്നിട്ട് എല്ലാവർക്കും കണ്ണിൽ ഇൻഫെക്ഷനായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഖം അങ്ങനെ വയ്യാത്ത മാതിരി ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ വെളുപ്പാൻ കാലം വരെ ഇവിടെ നിന്ന് വെൽഡിങ്ങിൻ്റെ പണി ചെയ്തിട്ട് പോയിട്ടാണ് അവർ ഇതൊക്കെ വെച്ചുണ്ടാക്കി കൊണ്ടത്. അതൊന്ന് സെറ്റ് ആവുന്നത് വരെ ഇപ്പോൾ വേറൊരാളെ വിളിച്ചാൽ കൊടുക്കാനുള്ള ശമ്പളമൊക്കെ എത്തണ്ടേ, പ്രത്യേകിച്ച് വേറൊരു നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ചെയ്യണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാത്തിൻ്റെയും മസാല ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരു കണ്ണൂരുകാരനുണ്ട്, സാരംഗിനെ ഞാൻ മുന്നേ സാരംഗിൻ്റെ വേണം അമ്മേനെയൊക്കെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൗമ്യേച്ചിയുടെ DB കോളേജിൽ വർക്ക് ചെയ്യുക. ഇവർ അമ്മയും മോനും ഒക്കെ വേറെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വായിച്ചു നോക്ക്. സാരുവിൻ്റെ അച്ഛൻ കണ്ണൂരാണ്. അപ്പോൾ സാരുവിൻ്റെ അടുത്ത് ഞാൻ ആദ്യം നമ്മൾ ഇറച്ചിക്കറി കഴിച്ചപ്പോഴും ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ സാരു പറഞ്ഞു ഇത് ഞാൻ കഴിച്ചിട്ടുള്ള ടേസ്റ്റാണ്, അവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അത്ര പരിചയമില്ലല്ലോ. ഞാൻ കണ്ണൂർ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കണ്ണൂർ പോയിട്ടുണ്ട്, പക്ഷേ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം പോയിട്ടില്ല. എനിക്കിത് അത്ര പരിചയമില്ല. അവിടുത്തെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് അല്ലേ. അവനത് സ്ഥിരം, അവരിപ്പോൾ വെക്കേഷനൊക്കെ പോയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതുകൊണ്ട് കഴിച്ച് ശീലമുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന രുചിയല്ല. അപ്പം ഞാനൊന്ന് വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെയോ
നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ ഒന്നും സ്വാദല്ല, വ്യത്യാസമുണ്ട് മസാല. അവിടെ ഇങ്ങനത്തെ റൈസ് തന്നെയല്ലേ എപ്പോഴും, ചെറിയ റൈസ്. അപ്പോൾ കപ്പ മീൻസ് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച കപ്പ, അതിൻ്റെ കൂടെ നല്ല കണ്ണൂർ സ്പെഷ്യൽ പോർക്ക്. കണ്ട മസാലയിൽ ഇങ്ങനെ മുക്കിയിട്ട് പോർക്ക് മാത്രം കഴിച്ചു നോക്കട്ടെ. എല്ലാം വ്യത്യാസമാണ്. അങ്കമാലി പോർക്കിൻ്റെ യാതൊരു സ്വാദുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മസാല മൊത്തത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്തെന്നാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ ഇവരുടെ സ്പൈസസ് ആ സാധനങ്ങളുടെ ആണോ, കൂട്ടിൻ്റെ വ്യത്യാസമാണോ, ഉണ്ടാക്കണേൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ടേസ്റ്റി ലൂപ്പ് KL 78 ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. 78 ഇരിട്ടി രജിസ്ട്രേഷനാണ് അത്ര. അപ്പോൾ ഇവിടെ ഒരു ലൈമ്, പിന്നെ കട്ടൻ ചായ, അല്ലാണ്ട് ചായ, കോഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. നല്ല ലൈമ. ആദ്യം വന്നപ്പോൾ ഒരെണ്ണം കുടിച്ചു, ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ. ഇത് കൂടാതെ പിടിയിറച്ചിയും, അതായത് കണ്ണൂർ സ്റ്റൈലിലുള്ള പിടിയും കോഴിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ. അത് കപ്പ ബിരിയാണി കപ്പയും പിന്നെ ഇറച്ചിയും കൂടെ ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്യണതല്ല, ഇവർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വരണം. അങ്ങനത്തെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനിയും കുറച്ച് വിഭവങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പ്രതിസന്ധിയാണ് ഗ്യാസിൻ്റെ. അത് ഇവരെയും ബാധിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള വിചാരത്തിലാണ് കട തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിറകടുപ്പിൽ നിന്ന് ഇതൊക്കെ കുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് സാധനങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് തീർന്ന് എന്ത് ചെയ്യും എന്നുള്ള അത്തരം ആശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. കാരണം നല്ല ഭക്ഷണമാണ്. എന്തായാലും ഇവിടെ വന്ന് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ പൈസ നഷ്ടം വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന രുചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ വഴിയിൽ നിന്നൊക്കെ പോയവരൊക്കെ കുറേ പേര് വന്ന് കഴിച്ചു കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് തന്നെ കുറേ പേരെയൊക്കെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവർ കഴിച്ചവരൊക്കെ ആയിരിക്കും ഒരു മോശം അഭിപ്രായമില്ല. വന്നവർ തന്നെ തിരിച്ച് വരുന്നുണ്ട്. അതാണല്ലോ ഒരു കടയെ സംബന്ധിച്ച് വേണ്ടത്, അതാണ് കസ്റ്റമേഴ്സ് റിട്ടേൺ വരിക എന്നുള്ളതാണ്. അതെന്തായാലും ഉണ്ട്. ഇനിയും അവരെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളായിട്ട് ഇനിയും വരാം.